2023 അവസാന ദിവസമാണെന്ന്. ഇനി 2023 ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനില്ല. അങ്ങനെ ഈ 2023 അവസാന ദിവസം വരെ കാണുവാനായിട്ട് ഭാഗ്യം തന്ന, അനുഗ്രഹം തന്ന, അവസരം തന്ന ദൈവത്തിന് നമുക്ക് ആദ്യമേ നന്ദി പറയാം. ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് ഓർത്തു നോക്കാം. ഈ ഒരു വർഷം നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ എന്തായിരുന്നു എന്നും വെറുതെ ഇരുന്ന് ഒന്ന് ഓർത്തു നോക്കാൻ നല്ലതാണ്. എത്ര നല്ല വർഷമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത് നാം ആവശ്യപ്പെട്ടതിലും നാം അർഹിക്കുന്നതിലും ഒക്കെ അപ്പുറമായി ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു എന്ന് തിരിച്ചറിയുമ്പോഴാണ്. അത് നമുക്ക് ദൈവം തന്ന നമ്മുടെ ഭൗതികമായിട്ടുള്ള ഉയർച്ചയോ വളർച്ചയോ സമ്പൽ സമൃദ്ധിയോ എന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ദൈവം തന്ന ആ സ്നേഹത്തിൻ്റെ കരുതലാണ്, ദൈവം തന്ന ആ കാത്തു സൂക്ഷിക്കലാണ്. അത് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. എത്ര നന്നായി നമ്മെ പരിപാലിച്ചു എന്നുള്ള വാക്ക്, എന്നുള്ള ചിന്ത. പരിപാലന എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ നമുക്ക് ആഗ്രഹമുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഈ ലോകത്ത് ഇവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം ആദ്യമേ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ നിലനിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവനുണ്ടെങ്കിലല്ലേ ബാക്കി ഭൗതിക കാര്യങ്ങൾ കാണലും അനുഭവിക്കലും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പം ജീവിക്കാൻ കൃപ ലഭിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ വർഷം എത്രയോ പേര് കടന്നുപോയി, എത്രയോ പേര് കിടന്നുപോയി. അപ്പോൾ കടന്നു പോകാതെയും ദൈവം നമ്മെ പരിപാലിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നന്ദിയുടെ ചിന്ത. ആ ചിന്ത നമുക്കുണ്ടാകുമ്പോൾ തന്നെ വലിയ മാറ്റം ജീവിതത്തിൽ വരും. ഇനി കിടന്നുപോയവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ കടന്നു പോകാനെങ്കിലും സഹായിച്ചല്ലോ എന്നുള്ളത്. ഞാനൊരു ദിവസം ഒരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ദേഹം മുഴുവൻ തളർന്ന ഒരു കൊച്ചു മകൻ, 24-25 വയസ്സുള്ള ഒരു പ്രത്യേകതരം അസുഖം. ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ അങ്ങനെയാണ്. അത് 3-3.5 മാസമായി അങ്ങനെ തന്നെ കിടക്കുന്നു. കാര്യമായി യാതൊരു അനക്കവും ഒന്നുമില്ല. പക്ഷെ ആ മാതാപിതാക്കന്മാരുടെ ഒരു ഒറ്റ സംസാരമാണ്, അല്ലെങ്കിൽ ഒറ്റ പ്രാർത്ഥനയാണ് എന്നെ വളരെ സ്പർശിച്ചത്. അവർ പറയുമായിരുന്നു, ഇങ്ങനെ തന്നെ കിടന്നാൽ മതി, ഞങ്ങൾക്ക് അവനെ ഇങ്ങനെ ജീവിച്ച് കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ട, അവൻ കൈവിട്ടു പോകരുത് എന്നുള്ള ചിന്ത മാത്രം. അവൾ ഇങ്ങനെ നിശ്ചലമായി ജീവനോടെ ബെഡിൽ കിടന്നാൽ തന്നെയും അങ്ങനെ കണ്ടാൽ മതി എന്ന് ചിന്തിക്കാൻ തക്കവണ്ണമുള്ള മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിൻ്റെ ആഴം അതെന്നെ വല്ലാതെ സ്പർശിച്ചു. അവൾ കിടന്നിട്ടാണേലും ജീവിക്കാൻ അവസരം കിട്ടുന്നല്ലോ എന്നുള്ള ഒരാശ്വാസം. അപ്പം ഇപ്പോൾ ഇങ്ങനെയുള്ള പരിപാലനയുടെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇനി നാം എത്രമാത്രം ദൈവത്തെ പരിപാലിച്ചു എന്ന് ഉള്ള അന്വേഷണം നടത്തേണ്ടത്. ദൈവത്തെ പരിപാലിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാനൊരു ഇൻവെർട്ടർ കോമ്പിലിട്ട് പറയുന്നതാണ്. ദൈവം നമ്മോട് കാണിച്ച സ്നേഹം പോലെ നാം ദൈവത്തോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. ദൈവത്തോട് സ്നേഹം കാണിക്കുക എന്ന് പറയുന്നത് നാം എത്രമാത്രം സമയം ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ആചാര അനുഷ്ഠാനങ്ങളിൽ, മത അനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് അനിഷ്ടകരമായവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്തും നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ദൈവം നമുക്ക് ഇപ്രകാരം ഊർജം തരുന്നത് ആ ഊർജം പകുത്ത് നൽകാനും അത് പങ്കുവെക്കാനുമാണ്. അതിനെ പകുത്ത് നൽകി പങ്കുവെച്ച് നമുക്ക് മറ്റുള്ളവർക്ക് അവർക്ക് ആ ഊർജം നൽകാൻ സാധിച്ചോ എങ്കിൽ മാത്രമേ നമ്മൾ ധന്യരായെന്ന് പറയാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന മാതിരി, ഏത് വെള്ളമാണെങ്കിലും കെട്ടിക്കിടന്നാൽ കുറച്ച് കഴിയുമ്പോൾ അഴുക്കാവും. അത് കെട്ടിക്കിടക്കാതെ നമ്മിലൂടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് ചൊരിയാൻ സാധിച്ചു. മൂന്നാമത്തെ ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര പേര് നാം മൂലം വേദനിക്കാൻ ഈ വർഷം ഇടയായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരും വേദനിക്കപ്പെട്ടവരും, നമ്മെ വേദനിച്ചവരെ ഓർത്തും ചിന്തയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നാം മൂലം ആരെങ്കിലും വേദനിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നമുക്ക് 2023 അവസാന ദിവസമാണെന്ന് അവരോട് നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല എന്നുണ്ടെങ്കിലും, മനഃപൂർവ്വം അല്ലായിരുന്നുണ്ടെങ്കിലും
ആ വേദനയെ പ്രതി അവരോട് ക്ഷമ ചോദിക്കാൻ കിട്ടുന്ന ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ലാസ്റ്റ് ബസ്സാണ്, ഇത് മിസ് ചെയ്യരുത്. അതുപോലെ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അനുരഞ്ജനം പൂർത്തിയാക്കാൻ. ഇവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പൂജകൾ ചെയ്ത് മാത്രമല്ല, ദൈവത്തെ പ്രസാദിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള സ്നേഹം എത്രമാത്രം നന്നായി നാം പുലർത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്ന ആ ഒരവസ്ഥയിൽ ദൈവം മനസ്സിൽ ജനിക്കുകയും ദൈവ മനസ്സിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വർഷത്തിൻ്റെ സമാപനമായി ഈ വർഷത്തെ നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ വഴി കൊണ്ടു നടക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.